ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. നമ്മൾ എക്സാം എടുക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും, സാർ നമുക്ക് എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ എക്സാമിന് പഠിക്കാനുള്ളത്. സോ ഇംഗ്ലീഷിൽ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചു പോകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കറിയാം, ഒരു സൈഡിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കുറേ പോയംസ്, സ്റ്റോറീസ്, എസ്സേസ് അല്ലെങ്കിൽ കുറേ മെമ്മോയസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഒരു സൈഡിൽ. ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് സമ്മറീസ് പഠിക്കുന്നതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ, ഏറ്റവും കുറഞ്ഞ പോയിന്റുകൾ, ആ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഷോർട്ട് സമ്മറീസ് അവൈലബിൾ ആണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷോർട്ടായിട്ട് ഇതിൻ്റെയൊക്കെ നോട്ടുകൾ കിട്ടുവാണെങ്കിൽ ഇല്ലേ, ഏറ്റവും നല്ലത് അതാണ് പഠിക്കാൻ. കാരണം അത്ര മാത്രമേ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് ഒരിക്കലും സമ്മറി എഴുതി വെക്കാൻ എക്സാമിന് ചോദിക്കില്ല. നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും, നമ്മളോട് ഡിസ്കോസുകളുടെ ഫോർമാറ്റുകളും ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന ഒരു ചാപ്റ്റർ എന്നുള്ള ഒരു ലെറ്ററോ ഇന്ന ചാപ്റ്റർ എന്നുള്ള ഒരു ഡയറിയോ ക്യാരക്ടർ സ്കെച്ചോ ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അത്രയും ഫോർമാറ്റുകൾ നമ്മൾ പഠിച്ചു പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തെ ഒരു സാധനമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ മിക്കവാറും നിങ്ങളോട് ഒരു 10 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 12 മാർക്കിനൊക്കെ മാക്സിമം നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്തൊക്കെ ഡിസ്കോസുകളാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് എന്നുള്ളതാണ്. സോ ഒരു സൈഡിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സ് അത്രയും നമ്മൾ ഷോർട്ട് സമ്മറി ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഡിസ്കോസുകൾ. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഡിസ്കോസുകൾ നോക്കി പോകേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ഒന്നാമതായിട്ട് നമുക്ക് ഡയറി എൻട്രി ചോദിക്കാറുണ്ട്. സോ ഡയറി എൻട്രി ഒരു 4 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഡയറി എൻട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും തോട്ട്സ്, ഫീലിങ്സ് ഒക്കെയാണ് ക്യാരക്ടറിന്റെ എഴുതി വെക്കേണ്ടത്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഇതുപോലെ 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. കോൺവെർസേഷൻ ഓർ ഡയലോഗ് ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. 2 പേരുള്ള കോൺവെർസേഷൻ, ഏതെങ്കിലും പാഠഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് അവിടെ അവർ സംസാരിക്കുന്ന കോൺവെർസേഷൻ എന്താണെന്നുള്ളത് ചോദിക്കും. പാരഗ്രാഫ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതൊരു ജനറൽ ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതൂ എന്നുള്ളത് മാത്രമേ അവിടെ പറയുള്ളൂ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ഉണ്ട് കേട്ടോ. നമുക്കൊരു പിക്ചർ തന്നിട്ട്, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഏതെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പിക്ചറുകളും നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവരതിൽ നിന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗിന് എന്തായാലും ഒരു ചോദ്യം വരും. നമുക്ക് കുറച്ച് ഹിന്റുകൾ തന്നിട്ടുണ്ടാവും. ജനിച്ച വർഷം, ഒക്യുപ്പേഷൻ, ഫേമസ് ആയത് എന്തിലാണ്, എഡ്യൂക്കേഷൻ എവിടെയാണെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് നമ്മളോട് ഒരു പ്രൊഫൈൽ ചോദിക്കും. പിന്നെ ന്യൂസ് ആർട്ടിക്കിളും എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 or 6 മാർക്കിന് നമുക്കിത് പ്രതീക്ഷിക്കാം. സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് വെച്ചിട്ടുള്ള ഒരു പുതിയ ക്വസ്റ്റ്യൻ നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് ചോദിക്കോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ അതൊക്കെ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ എന്തായാലും പഠിച്ചു പോകണം. സ്പീച്ച് ആയിരിക്കും പിന്നീട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇമെയിൽ ചോദിക്കാം. ലെറ്റർ 2 ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട്. ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നറേറ്റീവ് റൈറ്റിംഗ് ഓർ ഓൾട്ടർനേറ്റീവ് എൻഡിങ് എന്നൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ നോട്ടീസ് അല്ലെങ്കിൽ ഇവന്റ് ഇൻവിറ്റേഷൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവസാനം ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. ഇത്രയും 15 ഡിസ്കോസുകളുടെ ഫോർമാറ്റുകളാണ് നമ്മൾ എക്സാമിന് പഠിച്ചു പോകേണ്ടത്. ജസ്റ്റ് ഒരു ലിസ്റ്റ് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ കഴിഞ്ഞ ലൈവും ഇനി വരാൻ പോകുന്ന ലൈവുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോഴേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.